എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ നാളെ അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admission.uoc.ac.in/admission എന്നുള്ള ഈ ഒരു പേജ് വഴി നിങ്ങൾക്ക് അപേക്ഷകൾ നാളെ വൈകിട്ട് 4 മണിക്ക് മുൻപായിട്ട്, 4 മണിക്കല്ല, നാളെ വൈകിട്ടല്ല, രാത്രി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷകൾ നാളെ വരെ അപേക്ഷിക്കാം. അതുപോലെ തന്നെ അപേക്ഷയിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അപ്ലൈ ഓൺലൈൻ, അപ്ലൈ നോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത്, അതായത് ഇതുവരെ അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്കിവിടെ ജസ്റ്റ് ആ ഒരു 4 വർഷ ഡിഗ്രി കോഴ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഹൗ ടു അപ്ലൈ ഓൺലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ആ ഒരു ഡീറ്റെയിൽസ് അറിയാം. അതുപോലെ എങ്ങനെ ഈ ഒരു അപേക്ഷ നൽകുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ഐ ഹാവ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പേജിലേക്ക് വരും. അപ്പോൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് അതിൽ പറയുന്ന പ്രകാരമുള്ള ഡീറ്റെയിൽസുകൾ നൽകുക. നിങ്ങൾക്ക് നേരത്തെ ഒരു അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ അപേക്ഷ നൽകണം എന്ന് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള സ്ക്രീൻഷോട്ട് സഹിതമുള്ള ഡീറ്റെയിൽസുകൾ അതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ഇനി നിങ്ങൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ എൻ്റർ യുവർ ക്യാപ്പ് ഐ ഡി, അതുപോലെ എൻ്റർ യുവർ സെക്യൂരിറ്റി കീ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് നിങ്ങൾ നൽകുക. അത് നിങ്ങളുടെ മൊബൈലിൽ അപേക്ഷ നൽകുന്ന സമയത്ത് SMS ആയിട്ട് വന്നിട്ടുണ്ടാവും. അത് നൽകിയിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക ജസ്റ്റ് കുറേ ബോക്സുകൾ ആയിട്ട് ഓരോ ലിങ്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ലിങ്കുകളിൽ, അതായത് ഒന്നാമത്തേത് ആപ്ലിക്കേഷൻ ആയിരിക്കും, അതുപോലെ തന്നെ പിന്നീട് പ്രിൻറ്റ് ഓപ്ഷൻ ആയിരിക്കും, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി റാങ്ക് ഡീറ്റെയിൽസും, അതുപോലെ മാൻഡേറ്ററി ഫീസ് അടക്കാനുള്ളത്, അതുപോലെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാനുള്ളത്, ഇതുപോലെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ, അതുപോലെ കമ്മ്യൂണിറ്റി കോട്ടയുടേത്, അതുപോലെ ഓരോ ലിങ്കുകളായിരിക്കും ഉണ്ടാവുക. അതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അൺലോക്ക് ഓർ എഡിറ്റ് ആപ്ലിക്കേഷൻ, അതായത് അൺലോക്ക് ഓർ എഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓപ്ഷൻ ഉണ്ടാവുക. ആപ്ലിക്കേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അൺലോക്ക് ഓർ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് സെക്യൂരിറ്റി കീ ചോദിക്കും. ആ ഒരു സെക്യൂരിറ്റി കീ എന്ന് പറയുന്നത് ഇവിടെ നൽകിയ ആ ഒരു സെക്യൂരിറ്റി കീ തന്നെയാണ്. അപ്പോൾ അത് നൽകുക. നൽകിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും എഡിറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ വരുത്തുക. ഓപ്ഷൻസ് ഉൾപ്പെടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാം ഓക്കെയാണ്, ഇനി തെറ്റൊന്നുമില്ല, മാറ്റേണ്ടതില്ല എന്നുള്ളതൊക്കെ ഉറപ്പാക്കിയ ശേഷം, അതുപോലെ നിങ്ങൾക്ക് 20 ഓപ്ഷൻ വരെ നൽകാം. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് ഉറപ്പാക്കിയ ശേഷം കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട്, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ ഒരു പേജിൽ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് ഓപ്ഷൻ ഉണ്ട്, ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ്റെ പുതിയ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതിനുശേഷം അത് നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കുക. അതിനുശേഷം അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുക. കാരണം നിലവിൽ അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂൾ വന്നിട്ടില്ല. അപ്പോൾ ആ ഷെഡ്യൂൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തിനുള്ളിൽ അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നാളെ രാത്രി വരെ അപേക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകിയ വിദ്യാർത്ഥികളാണെങ്കിൽ അപേക്ഷ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.